ഞാൻ ഇന്നൊരു 4-5 ദിവസം കൊണ്ട് ഓട്ടത്തോട് ഓട്ടമാണ്. എന്താണെന്നല്ലേ, നമ്മുടെ സർക്കാർ അനുവദിച്ച 1000 രൂപയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കിടന്ന് ഓടുന്നത്. എൻ്റെ കഷ്ടം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് ഇവളിങ്ങനെ പറയുന്നു എന്ന് ചിന്തിക്കും പലവരും. പക്ഷേ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഒരു മാസം 1000 രൂപ വെച്ച് കിട്ടണം. 12 മാസമാകുമ്പോൾ 12,000 രൂപ കിട്ടും. എൻ്റെ വീട്ടിൽ 2 കുട്ടികൾ പഠിക്കുന്നവരുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തെ കാര്യത്തിനായിരുന്നാലും എന്തിനായിരുന്നാലും നമുക്ക് ആ പൈസ ഉപകാരപ്പെടും. അതിനു വേണ്ടിയാണ് ഞാൻ ഇന്നും രാവിലെ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. ഒരു കാര്യവും നടന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ 2 അക്ഷയ കേന്ദ്രത്തിൽ പോയപ്പോഴേ അവർ പറയുന്നത് പഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക്കിന് പൈസ അടച്ച ഈ ഗ്രീൻ കാർഡ് വേണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ അപേക്ഷ അവർ സ്വീകരിക്കുകയുള്ളൂ. എൻ്റെ പഞ്ചായം വെള്ളറട പഞ്ചായമാണ്. അപ്പോൾ ആ വെള്ളറട പഞ്ചായത്തിൽ 6-ാം വാർഡിൽ താമസിക്കുന്ന എനിക്ക്, അനിത എന്ന് പറയുന്ന എനിക്ക് ഇതിനുള്ള ഒരു അവകാശമില്ലേ? കാരണം എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ഈ കാർഡ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ പൈസ 600 രൂപ ഞാൻ അടയ്ക്കാം, ഒരു വർഷത്തെ പൈസ അടയ്ക്കാം. പക്ഷെ എങ്ങനെ കടം വാങ്ങിയെങ്കിലും ഞാൻ അടയ്ക്കാം. കാര്യം എന്തെന്ന് പറഞ്ഞാൽ 2023 എൻ്റെ ചേട്ടന് അവസാന ഘട്ടത് ഡിസംബർ മാസത്ത് ചേട്ടൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി. കഴുത്തിലാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. സ്പൈനൽ കോഡാണ് കംപ്ലൈൻ്റ് ആയത്. അങ്ങനെ ചേട്ടനെ കൊണ്ട് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ആയിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടി ഓടിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വരുമാനത്തിന് ഒരു വഴിയുമില്ല. ചേട്ടൻ ജോലി ചെയ്താലേ ഞങ്ങളെ കുടുംബം കഴിഞ്ഞു പോവുള്ളൂ. പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. അവരുടെ കാര്യം നോക്കണം. എൻ്റെ അമ്മയുടെ അമ്മ ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ കാര്യം നോക്കണം. അപ്പോൾ ഈ 5 പേര് ഭക്ഷണം കഴിക്കണമെങ്കിൽ ചേട്ടൻ ജോലിക്ക് പോയാലേ കഴിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടൻ ഒരു 6-7 മാസം കൊണ്ട് ചേട്ടന് ജോലിക്ക് പോകാൻ കഴിയില്ല. സ്പൈനൽ കോഡിൽ അടി കിട്ടിയാൽ അറിയാമല്ലോ, ജോലിക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലും വീട്ടിലുമായിട്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ജോലിക്ക് പോകുന്നുള്ള ഇതായപ്പോൾ ചേട്ടൻ ജോലി ചെയ്യുന്നത് കർണാടകയിലാണ്. ജോലിക്ക് പോകുന്നുള്ള അതായപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയി അവിടെ ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് തല ചുറ്റി വീണു. സ്പൈനൽ കോഡിൽ അടിയായതുകൊണ്ട് എപ്പോഴായിരുന്നാലും തലകറങ്ങി വീഴും. അങ്ങനെ തലകറങ്ങി വീണ സമയത്ത് ചേട്ടന് വാരിയെല്ല് പൊട്ടിപ്പോയി, 2 വാരിയെല്ല് പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നോക്കി പോകണം. ഞാൻ അവരുടെ സഹായം ഇല്ലാതെ ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി. 1 വർഷം ഞാൻ ഇവിടെ താമസമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നു 2025 ഞാൻ ചേട്ടനെയും കൊണ്ട് ഇവിടെ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നിട്ട് ചേട്ടന് റെസ്റ്റ് എടുത്ത് ഒരു 4-5 മാസം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ അപ്പോഴും എനിക്ക് പ്ലാസ്റ്റിക്കിന് പൈസ അടയ്ക്കാൻ പറ്റില്ല. കാരണം 1 വർഷം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മച്ചി വന്ന് വീണ് അമ്മച്ചിയുടെ കൈ ഒടിഞ്ഞു പോയി. ഇതാണ് എൻ്റെ അമ്മച്ചിയുടെ കൈ ഒടിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഈ 5 പേരും കഴിക്കണമെങ്കിൽ ചേട്ടൻ ജോലി ചെയ്ത് കൊണ്ടുവന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. അതിനിടയിൽ ഞങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക്കിന് പൈസ അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല. ഞങ്ങൾ ഉണ്ടെങ്കിൽ അടയ്ക്കാൻ എന്താ കുഴപ്പം? വരുമാനത്തിന് ഒരു വഴിയില്ലാത്ത ഈ 2 കുട്ടികളെ വിദ്യാഭ്യാസം നോക്കണം, ഭക്ഷണം കാര്യങ്ങൾ നോക്കണം, ഒരു ആശുപത്രി കേസ് വന്നാൽ നോക്കണം, എല്ലാം ഞങ്ങൾ തന്നെ നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആ പ്ലാസ്റ്റിക് എടുക്കുന്ന ചേച്ചിയോട് പറഞ്ഞ് ഞാൻ 1 വർഷത്തെ പൈസ ഞാൻ അടയ്ക്കാം. ഞാൻ 1 വർഷം ഇവിടെ ഇല്ലായിരുന്നു. ചേട്ടൻ ഈ 2 വർഷം ചേട്ടൻ ആക്സിഡൻ്റ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ല. ഈ 2025 പൈസ ഞാൻ അടയ്ക്കാം, ഒരുമിച്ച് അടയ്ക്കാം. 600 രൂപ ഞാൻ കടം വാങ്ങിയെങ്കിലും അടയ്ക്കാം. എങ്ങനെയെങ്കിലും എനിക്ക് ഗ്രീൻ കാർഡ് തരണമെന്ന് പറഞ്ഞപ്പം 3 വർഷത്തെ പൈസ അടയ്ക്കാതെ അവർ ഗ്രീൻ കാർഡ് തരത്തില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അപേക്ഷ കൊടുക്കാനും പറ്റുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. എനിക്ക് ഈ 1800 രൂപ അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല. ഇത് എൻ്റെ വീഡിയോ കാണുന്ന ഈ സർക്കാർ ആരെങ്കിലും ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും കാണണമെങ്കിൽ ഇതിനൊരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം. കാരണം ഞാൻ അത്ര ബുദ്ധിമുട്ടുന്നു, അത്ര ഞാൻ കഷ്ടപ്പെടുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്ക് ഇതിനൊരു വഴി നിങ്ങൾ ഉണ്ടാക്കി തരണം. ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. എൻ്റെ പേര് അനിതയാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അനിത ലിബി എന്നാണ് പേര്. അതിലെൻ്റെ ഫോൺ നമ്പറുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാം. എനിക്ക് എന്തെങ്കിലും എനിക്ക് ഇതിനെ അപേക്ഷിക്കണം. ഇത് സർക്കാർ തരുന്ന 1000 രൂപയല്ലേ, ഈ പഞ്ചായത്തുകാർ തരുന്നതല്ലല്ലോ. അപ്പോൾ എനിക്കിതിനൊരു വഴി നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് ഒരുക്കി തരണേ, ദയവ് ചെയ്ത്. ഞാൻ അത്ര കഷ്ടപ്പെടുകയാണ്.